ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പൂരിയാണ്. നമ്മൾ ബീട്രൂട്ട് പൂരി ഒരിക്കൽ ഉണ്ടാക്കി ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ക്യാരറ്റ് പൂരി ഉണ്ടാക്കുന്നത്. അതിന് ഞാനൊരു 3-4 ക്യാരറ്റ് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം 5 പേരോളം കഴിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 4 ക്യാരറ്റൊക്കെ എടുത്തത്. അത് ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനൊരു ശകലം വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഞാനൊന്ന് വേവിക്കാം. കുക്കറിലിട്ട് ഞാനൊന്ന് വേവിച്ചിട്ട് വരാവേ. നമ്മൾ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആറട്ട്. നമ്മൾ മിക്സിയിലിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് അത് ഇച്ചിരി നേരം ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് പൂരിയുടെ ഒരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. ഞാനതിന് ആദ്യം എണ്ണ ഒഴിക്കുന്നു. ഞാനിപ്പോൾ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഉള്ളി വഴറ്റണം. സവാള ഞാൻ ക്രോസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കിതിനകത്ത് ശകലം ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റാം. ഇനി ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതിനി നമ്മൾ ഒരു കുക്കറിലേക്ക് വേവിക്കും. കുക്കറിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ പച്ചമുളക്, ഉള്ളിക്കകത്ത് സവാളക്കകത്ത് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത് കൂടെ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ആവശ്യമനുസരിച്ചിടുക. പിന്നെ ക്യാരറ്റ് ഉപ്പിട്ട് ഞാൻ വേവിച്ചാന്ന് പറഞ്ഞാലും നമുക്ക് ഉപ്പിൻ്റെ ചിലപ്പോൾ കുറവ് വരുമായിരിക്കും. നമുക്കതുകൊണ്ട് ഗോതമ്പ് പൊടിയിൽ ഒരു ശകലം ഉപ്പിടണം. ഇട്ട് നന്നായിട്ടങ്ങ് കുഴക്കണം. ഇത് കണ്ടോ, കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല കളറ്, നല്ല മഞ്ഞ കളർ. ഇത് ഇനി കുഴച്ച് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചേക്കും. അതിന് ശേഷം നമ്മൾ പരത്തി തുടങ്ങും. അപ്പോൾ എൻ്റെ അവിടെ സവാള റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുക്കറിട്ട് വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കൂട്ടാനൊന്ന് ഉണ്ടാക്കി വന്നിട്ട് പൂരിയുടെ പരിപാടി തുടങ്ങും. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ശകലം ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് ഇളക്കണം. പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്കിടാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉടച്ചുടച്ച് വിട്ടിട്ടുണ്ട്. അല്ല, ഇനി ഞാൻ കറിവേപ്പില അതിലേക്കിടും. ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇളക്കി. ഉപ്പൊക്കെ നോക്കിയായിരുന്നു. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇത് നമ്മുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇച്ചിരി വെള്ളത്തിലെടുക്കാം. ഇവിടെ ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്നത് പൂരിക്ക് വലിയ ഇഷ്ടമാണ്. ചപ്പാത്തിക്ക് ഇച്ചിരി കൂടെ വെള്ളത്തിൽ പോലൊരു കറി വെക്കും. പക്ഷേ പൂരിക്ക് ഇങ്ങനെ ഇവിടെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും കുറുക്കിയാണ് എടുക്കുന്നത്. വെള്ളം വേണമെങ്കിൽ നമുക്ക് ശകലം വെള്ളം ഒഴിക്കാം. പിന്നെ പൂരിക്കറി റെഡിയായി. നമുക്ക് പൂരി പരിപാടിയിലേക്ക് നോക്കാം. ഇവിടെ എനിക്ക് പൂരി പരത്തി തരുന്നത് ഹരിയേട്ടനാണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് നമ്മളിങ്ങനെ ഒരു വക്ക മൂർച്ചയുള്ള ഒരു പാത്രം വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത്
നമ്മളിങ്ങനെ എടുക്കാമെങ്കിൽ നല്ല കറക്റ്റ് വട്ടത്തിൽ വരും. കണ്ടോ? ഞാനിവിടെ തവിടെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഇവിടെ മിക്കവാറും വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, അതൊരു കാര്യമാണ്. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് വില കുറവുള്ള സമയത്തും ഞങ്ങൾ തവിടെണ്ണ ഉപയോഗിക്കാറുണ്ട്. കാരണം തവിടെണ്ണയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് അല്ലേ? വൈറ്റമിൻ എ, ഡി ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതിനകത്തുണ്ട്. ഇതിന് കരളിന് നല്ലതാണ്. കരൾ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഈ എണ്ണ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് LDL കൊളസ്ട്രോൾ കുറയ്ക്കും. ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ തവിടിനകത്തുനിന്ന് എടുക്കുന്നതല്ലേ, പിന്നെ എത്രത്തോളം തവിടിനകത്തുനിന്ന് ഇതെടുക്കുന്നു അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു വിശ്വാസം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരെണ്ണയാണ് തവിടെണ്ണ. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തവിടെണ്ണ ഉപയോഗിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ഗുണങ്ങളും അങ്ങ് ചെല്ലുമല്ലോ. പിന്നെ വെളിച്ചെണ്ണ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ഉപയോഗിക്കും. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ തവിടെണ്ണ ഉപയോഗിക്കും. വെളിച്ചെണ്ണയ്ക്ക് വില കുറവുള്ള സമയത്ത് ഞങ്ങൾ രണ്ടും ഈക്വലായിട്ട് ഉപയോഗിക്കും. അപ്പം ഞാനിവിടെ പൂരി പരത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൂരി അതിലേക്ക് ഇടുക. നോക്കിക്കുക, എന്ത് നല്ല കളറാണ് നോക്കിക്കുക പൂരിക്ക്, നല്ല രസമാണ്. അതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നുകൂടെ നല്ല വട്ടത്തിലിരിക്കും. അതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നല്ലവണ്ണം പൊങ്ങി വരും. നമുക്ക് തിരിച്ചിടാം. ഉണ്ടോ? അപ്പം വേണ്ട, കണ്ടില്ലേ, ക്യാരറ്റ് പൂരി കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ? ഇതൊക്കെ പിന്നെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ല. കാരണം ഇത്രയും ക്യാരറ്റ്, ചിലപ്പോൾ ക്യാരറ്റ് അല്ലാതെ തിന്നാൻ പറയുമ്പോൾ ചിലപ്പം കുഞ്ഞുങ്ങൾക്കൊന്നും അത്രയും താല്പര്യം കാണത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതേണ്ട കളറ് കണ്ടോ, നല്ല മഞ്ഞ കളറ് എന്നൊക്കെ പറയാമെങ്കിൽ അവർ ചിലപ്പോൾ അതൊക്കെ അങ്ങ് കഴിക്കും. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഗുണങ്ങളും അങ്ങ് ചെല്ലും. ക്യാരറ്റിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോൾ കണ്ട് ഈ പൂരിയുടെ ഷേപ്പിന് ഒരു ഇച്ചിരി വ്യത്യാസം വന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.